അപ്പം പലപ്പോഴും നമുക്ക് 32 പല്ലുകളുണ്ട്, ഇതിലേതെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് നമ്മളിൽ പലർക്കും ഉള്ളൊരു സംശയമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പല്ല് പോയാൽ അത് മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ? ഓരോ പല്ലിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ പല്ലുകളും നഷ്ടപ്പെട്ട ശേഷം നമ്മളത് മാറ്റി വെച്ചില്ല എങ്കിൽ എന്തൊക്കെയാണ് കുഴപ്പങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ടിലെ ഒരു പല്ല് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. നമ്മുടെ കാഴ്ചയിലുള്ള ബാക്കിയുള്ളവരോരോരുത്തരെ നമ്മളെ നോട്ടീസ് ചെയ്യുമ്പം എങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ളവരുടെ ആ ഒരു നമ്മളെക്കുറിച്ച് എന്തായിരിക്കും അവരുടെ ഒരു വിചാരം എന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ ഒരു കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഫ്രണ്ടിലത്തെ പല്ല് വളരെ അത്യാവശ്യമായി തന്നെ ഉടനെ പോയ പുറകെ തന്നെ മാറ്റി വെക്കേണ്ട സാഹചര്യമുണ്ട്. അതിന് നമുക്ക് ഇമ്മീഡിയറ്റ് റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഫോണറ്റിക്സ്, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സ്ഫുടത, അത് പലപ്പോഴും ഫ്രണ്ടിലത്തെ പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഉച്ചാരണം പറ്റാതെ വരും. ഇതുകൂടാതെ അണപ്പല്ലുകൾ പോയാൽ അപ്പോൾ പലരും വിചാരിക്കും ഇത് പുറമേ കാണുന്നൊന്നും അല്ലല്ലോ, ഇത് മാറ്റി വെച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതങ്ങനെയല്ല. അണപ്പല്ല് പോയാലും പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഒരണപ്പല്ല് പോയി എന്നിരിക്കട്ടെ, ആ അണപ്പല്ല് പോയി കഴിയുമ്പോഴത്തേക്ക് കുറേശ്ശെ, ഉടനെ അല്ല, പതുക്കെ അടുത്തുള്ള പല്ലുകൾ ആ സ്പേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. സപ്പോസ് മുകളിലത്തെ ഒരു അണപ്പല്ലാണ് പോയെന്നിരിക്കട്ടെ, താഴത്തെ പല്ല് കിളിച്ച് മുകളിലേക്ക് വരാൻ തുടങ്ങും കുറേശ്ശെയായിട്ട്. അതിൻ്റെ പുറയിലത്തെ പല്ല് ഫ്രണ്ടിലേക്ക് ടിൽറ്റ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ആ പല്ലെടുത്തതിൻ്റെ മുന്നിലുള്ള ഭാഗത്തുനിന്ന് പല്ലുകൾ കുറേശ്ശെ പുറയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പുകൾ വീഴും. ആ ഗ്യാപ്പുകളുടെ ഇടയിൽ ഫുഡ് കയറിയിരിക്കാൻ തുടങ്ങും. ഭക്ഷണാവശിഷ്ടം കയറിയിരുന്ന് കഴിയുമ്പോഴത്തേക്ക് കുറേശ്ശെ ഓട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അത് വേദനയായി അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഓരോരോ പ്രശ്നങ്ങൾ തുടരെ വന്നുകൊണ്ടിരിക്കും. അത് അതിൻ്റെ ഒരു ഭാഗം മാത്രം. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ചവച്ചരച്ച് നന്നായി ഭക്ഷണം കഴിക്കാനൊക്കാതെ ഒരു സൈഡിൽ ഒരു പല്ലാണ് പോയതെങ്കിലും നമ്മുടെ ച്യൂയിങ് എഫിഷ്യൻസി കുറയും. അപ്പോൾ നമ്മൾ ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഓരോന്ന് കുറച്ച്, പ്രത്യേകിച്ച് 2-3 പല്ലുകളൊക്കെ പല പ്രാവശ്യമായിട്ട് എടുത്ത് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് കറക്റ്റായിട്ട് ദഹന പ്രക്രിയ കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ ഉമിനീരുമായി നന്നായിട്ട് ഭക്ഷണം മിക്സായി അകത്ത് എന്നാലേ ഈ ദഹന പ്രക്രിയ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പല്ല് റീപ്ലേസ് ചെയ്തില്ല എങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ്, അങ്ങനെ പല പ്രോബ്ലംസ്, പിന്നെ ഈ ഇൻഡൈജഷൻ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഇതിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനും പല്ല് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നമാണ്, നമ്മൾ ഒരു സൈഡ് വെച്ച് മാത്രം ആഹാരം കഴിച്ചു തുടങ്ങുമ്പോൾ ഒരു സൈഡിൽ, മുഖത്തിൻ്റെ ഒരു സൈഡിൽ മസിൽസ് നല്ല ഡെവലപ്ഡ് ആകും. ചവയ്ക്കാതിരിക്കുന്ന സൈഡിൽ മസിൽസ് ശോഷിച്ച് വരും. അപ്പോൾ ഫേഷ്യൽ ഏസിമെട്രി, നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറാൻ തുടങ്ങും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ പല്ല് യഥാസമയത്ത് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ അവിടുത്തെ എല്ല് ശോഷിച്ച് വരും, ബോൺ ലോസ് ഉണ്ടാകും. കൃത്യമായ സമയത്ത് തന്നെ പല്ല് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലം ഒഴിവാക്കാം. ഏർലിയറായിട്ട് നമ്മൾ പല്ല് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ബോൺ ലോസ് വന്നതിന് ശേഷം പിന്നെ റീപ്ലേസ്മെൻറ്റ് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പല്ലിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ് പ്രോബ്ലം. അപ്പോൾ ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റിന് ബൈലാറ്ററലി കറക്റ്റായിട്ട് 2 സൈഡും വെച്ച് ഒരേപോലെ ച്യൂ ചെയ്താലേ ജോയിൻറ്റിൻ്റെ ഫങ്ഷനിങ് സ്മൂത്ത് ആവുകയുള്ളൂ. അപ്പോൾ ജോയിൻറ്റ് ഫങ്ഷനിങ് സ്മൂത്തായിട്ട് നടക്കുന്നില്ല എങ്കിൽ ജോയിൻറ്റിന് പെയിൻ ഡെവലപ്പ് ചെയ്യാം, ജോയിൻറ്റിന് വീക്ക്നെസ് വരാം, അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പല പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അതുമെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും നമ്മൾ കൃത്യസമയത്ത് തന്നെ പല്ല് നഷ്ടപ്പെട്ട പുറകെ തന്നെ പല്ല് വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു സാധാരണയുള്ള എല്ലാവരുടെയും ഒരു സംശയമാണ്, ഈ പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോൾ നമുക്കിത് പല്ല് വെക്കണം. അപ്പോൾ ഒരു ഫ്രണ്ടിലത്തെ പല്ലുകളൊക്കെ ആണെങ്കിൽ നമ്മൾ യൂഷ്വലി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിന് ആ പല്ലെടുത്ത പുറകെ തന്നെ പല്ല് വെച്ച് കൊടുക്കും. കാര്യം എസ്തറ്റിക്സ് പുറത്തോട്ട് ആൾക്കാർക്ക് ഇറങ്ങണം, അപ്പോൾ ഈ സഭാകമ്പം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ പല്ല് എടുത്ത പുറകെ തന്നെ പല്ല് വെച്ച് കൊടുക്കും. അത് ടെമ്പററി ആയിട്ട് റിമൂവബിൾ വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ആയിട്ട് ഫിക്സ്ഡ് ആയിട്ട് തന്നെ വേണമെങ്കിലും വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല്ല് വയ്ക്കാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അതാണ് ഇനി നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഫിക്സ്ഡ് ആയിട്ടുള്ളത് ഇംപ്ലാൻസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. ഇംപ്ലാൻസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്വന്തം പല്ല് പോലെ തന്നെ ഇരിക്കും. അത് നമ്മൾ മോണയിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. ചെറിയൊരു സർജറിയിലൂടെ ടൈറ്റാനിയത്തിൻ്റെ ഒരു പോസ്റ്റ് മോണയിലേക്ക് ഇറക്കി വയ്ക്കും. എന്നിട്ട് അതൊന്ന് ഹീലിംഗ് ആയ, ചിലത് ഇമ്മീഡിയറ്റ്ലി തന്നെ ചെയ്യാൻ പറ്റും, ചിലത് കുറച്ചൊന്ന് ഹീലിംഗ് ആയതിനു ശേഷം
അതിലേക്ക് പല്ലിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുത്തുകൊണ്ട് അങ്ങനെ ഇംപ്ലാന്റ് സപ്പോർട്ടഡായിട്ട് സിംഗിൾ ക്രൗൺ അല്ലെങ്കിൽ ബ്രിഡ്ജസ് അല്ലെങ്കിൽ ഡെൻച്ചേഴ്സ് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നെ മറ്റൊരു ഓപ്ഷൻ, ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഒരു സർജിക്കൽ പ്രൊസീജിയറാണല്ലോ. അപ്പോൾ സർജറി ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സർജറി പേടിയുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫിക്സ്ഡ് ആയിട്ട് വയ്ക്കാനുള്ള മറ്റൊരു ഓപ്ഷനാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ, അടുത്തുള്ള പല്ലുകളിലേക്കാണ് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് വരുന്നത്. അടുത്തുള്ള അപ്പുറവും ഇപ്പുറവും ഉള്ള പല്ലുകൾ അല്പം ഒന്ന് രാഗി ചെറുതാക്കി അതിലേക്ക് ഓരോ ക്രൗണുകൾ വെച്ചുകൊണ്ട് ഈ പോയ പല്ലുകൾ ഈ ക്രൗണിലേക്ക് അറ്റാച്ച് ചെയ്ത് വരും. അതിനാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ലെസ് ഇൻവേസീവ് പ്രൊസീജിയറാണ്. സർജറിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. അത് സാധാരണ ചെയ്യുന്നത് ഒരു 2-3 മാസം പല്ലെടുത്ത ശേഷം, മോണ നന്നായിട്ട് ഹീൽ ചെയ്തതിന് ശേഷമാണ് സാധാരണഗതിയിൽ ബ്രിഡ്ജ് ചെയ്യുന്നത്. പിന്നെയുള്ള ഓപ്ഷൻസ് റിമൂവബിളായിട്ട് പല്ല് വയ്ക്കുന്നതാണ്. അത് നമ്മൾ പണ്ട് കാലം മുതലേ ഉള്ള അക്രലിക് റിമൂവബിൾ ഡെഞ്ചേഴ്സ് ഉണ്ട്, പിന്നെ ഫ്ലെക്സിബിൾ റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചേഴ്സ് ഉണ്ട്, പിന്നെ ഇതെല്ലാം കൂടാതെ കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റീൽ ഫ്രെയിം വർക്കിൽ വരുന്ന അങ്ങനത്തെയും റിമൂവബിൾ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ്. നഷ്ടപ്പെട്ട പല്ലുകൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ കേട് വന്നിട്ടോ ആക്സിഡൻറ്റിലൂടെയോ അല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ അത് കഴിവതും നേരത്തെ തന്നെ നമ്മുടെ ഡെൻറ്റിസ്റ്റിനെ കാണുകയും അത് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അന്വേഷിക്കുകയും എത്രയും വേഗം അത് റീപ്ലേസ് ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു.